ഒരു യുദ്ധവിമാനം തയ്യാറായി നിൽക്കുന്നു, എന്നാൽ അതിന്റെ ഒരു ഫോട്ടോ പോലും പുറത്തു വന്നിട്ടില്ല. 30 മാസമായി ഹാങ്ങറിനുള്ളിൽ കാത്തിരിക്കുന്ന ഒരു ജെറ്റ് വിമാനം. ഇത് സാധാരണ കാര്യമല്ല. ഇത് തന്നെയാണ് ഇന്ത്യയുടെ അടുത്ത വലിയ ഗെയിം ചേഞ്ചർ, തേജസ് MK2. പക്ഷെ ചോദ്യം ഒന്ന് മാത്രം ബാക്കി. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു പ്രോജക്റ്റായി ഇതുവരെ ലോകത്തിന് മുന്നിൽ കാണിക്കാത്തത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. തേജസ് MK2 പ്രോട്ടോടൈപ്പ് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായ നിലയിലാണ്. HALന്റെ അസംബ്ലി ഹാങ്ങറിൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയിലെ വലിയ പ്രതിരോധ പ്രോജക്റ്റുകളെല്ലാം ഒരു ഗ്രാൻഡ് ഷോ ആക്കി മാറ്റുന്ന രീതിയാണുള്ളത്. തേജസ് MK1യുടെ ആദ്യ പറക്കൽ ഓർത്തു നോക്കൂ. ലൈവ് ബ്രോഡ്കാസ്റ്റ്, വലിയ ചടങ്ങ്, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം, ഇതെല്ലാം കൂടി ഒരു വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ചടങ്ങിലൂടെയാകും ഇതെല്ലാം സംഭവിക്കുക. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തപ്പോൾ എന്തായിരുന്നു? രാജ്യം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ പരിപാടിയിലേക്കായിരുന്നു. അതുപോലെ തന്നെയാണ് തേജസ് MK2വിന്റെയും കാര്യം. ഒരു സാധാരണ ഫോട്ടോ ആയി പുറത്തുവിട്ടിട്ടില്ല. ഒരു വലിയ ഈവന്റ് ആയിട്ടാകും ഇത് പുറത്തേക്ക് വരിക. ഇൻഡിപെൻഡൻസ് ഡേ പോലുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു പ്രധാന ഡിഫൻസ് എക്സ്പോ, അല്ലെങ്കിൽ HALന്റെ പ്രത്യേക ഒരു ദിവസം, അങ്ങനെ ഒരു പെർഫെക്റ്റ് മൊമെന്റ് കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. എന്താണ് ശരിക്കും ഇപ്പോൾ വിമാനത്തിന്റെ അവസ്ഥ? വിമാനം ഇപ്പോൾ ഹാങ്കറിനുള്ളിൽ നിൽക്കുകയാണ്. പൂർണ്ണമായി ഓൾമോസ്റ്റ് റെഡിയായ നിലയിൽ തന്നെയാണ് നമ്മുടെ വിമാനമുള്ളത്. പക്ഷേ ഇന്ത്യ അതിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. കാരണം ഇതൊരു സാധാരണ വിമാനമല്ല. ഇത് ഇന്ത്യയുടെ അടുത്ത തലമുറ ഫൈറ്റർ ജെറ്റ് തന്നെയാണ്. ആദ്യ പറക്കൽ ലക്ഷ്യം വെക്കുന്നത് 2026ന്റെ ഒടുക്കം, അല്ലെങ്കിൽ 2027ന്റെ തുടക്കത്തിലാണ്. അതുവരെ ഓരോ ഘട്ടവും കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത്. എഞ്ചിൻ ഡീൽ ഒപ്പിടണം, IRST ഫിറ്റ് ചെയ്യണം, എല്ലാം റെഡിയാക്കണം. അതിനുശേഷം മാത്രമേ ലോകം ആദ്യമായി തേജസ് MK2വിനെ കാണൂ. ഒരു ഫോട്ടോ മാത്രമല്ല, ഒരു വലിയ വീഡിയോ തന്നെയാകും റിലീസ് ചെയ്യുക. ഒരു പുതിയ യുദ്ധവിമാനത്തിന്റെ ജനനം പോലെ രാജ്യം മുഴുവൻ കാണുന്ന ആ ഒരു നിമിഷം എത്താൻ ഇനി അധിക കാലം വൈകേണ്ടതില്ല എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സൈലൻസ് ആണുള്ളത്, പക്ഷേ സൈലൻസിന് പിന്നിൽ വലിയൊരു തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഒരു ദിവസം അത് പുറത്തു വരിക തന്നെ ചെയ്യും. അന്ന് ആകാശത്ത് പുതിയൊരു ശക്തി ഉയരും. അതിന്റെ പേരാണ് തേജസ് MK2.